എനിക്ക് നിന്റെ കൂടെ ഡാൻസ് കളിക്കാൻ പറ്റില്ല. നിന്നെ കൊണ്ട് പറ്റുമോ? എന്തോ ആലോചിച്ചോണ്ട് നിൽക്കുന്നേ? പറ്റുമോ ഇല്ലയോ? എനിക്ക് നിങ്ങളുടെ കൂടെ ഡാൻസ് കളിക്കാൻ ഒരു താല്പര്യക്കുറവും ഇല്ല. ഏയ്, നീ എന്താ ചെയ്യാൻ പോകുന്നേ? ഇത് ഓഫീസാ. നീ എന്തിനാ അടുത്തേക്ക് വരുന്നേ? ഏയ്, എന്റെ അടുത്തേക്ക് വരല്ലേ. ഏയ്, എന്റെ അടുത്തേക്ക് വരല്ലേന്നാ പറഞ്ഞേ. ഹലോ, ഞാൻ വേദാന്താണ്. എന്റെ മരണം വരെയും ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും. നിന്നെ പോലെ ചില സമയത്ത് അമൂല്യ, ചില സമയത്ത് രാക്ഷസി, ചിലപ്പോ സൈക്കോ വുമൺ. ഐ മീൻ ഒരു നോർമൽ വുമൺ. ഒരിക്കലും നിന്നെ പോലെ പല പേഴ്സണാലിറ്റി എടുക്കില്ല, ഓർത്തോ? നീ എന്തായി നോക്കി നിൽക്കുന്നേ? ഇറങ്ങിപ്പോ ഇവിടുന്ന്. എല്ലാരും ചേച്ചിയും ചേട്ടനും അവർക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാമോ? എത്ര കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്യുന്നേ. നീ മാത്രം വേദനിക്കുന്നു. കൈ വേദനിക്കുന്നു. നിന്റെ വളിച്ച ഡയലോഗ് ആയിട്ട് ഇറിറ്റേറ്റ് ആവുന്നുണ്ടല്ലേ? എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. വെറുതെ പറഞ്ഞ് ടോപ്പിക്ക് മാറ്റാൻ നിൽക്കണ്ട. എനിക്ക് എന്റെ ഫാമിലിയുടെ സന്തോഷത്തെക്കാളും വലുതല്ല എന്റെ ഈഗോ. ഓരോ നിമിഷവും നമുക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങളെ മാറ്റാൻ ആരെങ്കിലും ഒക്കെ കിട്ടും. എന്നാൽ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടുന്നത് വളരെ കുറവാ. ഞാന്, എന്റെ ലെവല്, എന്റെ ഗ്രേഡ് അതെല്ലാം മറന്നിട്ട് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി എല്ലാം മറക്കുന്നതിന്റെ സുഖവും സമാധാനവും വേറൊന്നിനും കിട്ടില്ല. നിനക്ക് ഏതാ വലുതെന്ന് നീ സ്വയം ചോദിക്കും. എനിക്ക് നിന്നോട് ലവ് ഇല്ല, ഡോൺ വറി എന്ന് പറയാൻ വേണ്ടി ചെന്നിട്ട് അത് മാത്രം പറഞ്ഞില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. സാരയില്ല, വേറെ കാര്യം പറഞ്ഞെങ്കിലും അത് ശരിയായിട്ടുള്ള കാര്യം. എന്നാ ക്യാബിനിലേക്ക് കേറിയ ഉടനെ ഞാൻ എന്തിനാ അവനെ തന്നെ നോക്കിക്കൊണ്ട് നിന്നേ? എന്തൊരു കഷ്ടം ഇത്. ചില സമയത്ത് എനിക്ക് എന്നെ തന്നെ മനസ്സിലാവുന്നില്ല. അല്ല, ഞാൻ എന്തിനാ അവനെ അങ്ങനെ നോക്കി നിന്നേ? അഞ്ജു, നിന്റെ ലോങ് മിടി തേച്ചു വെച്ചിട്ടുണ്ട്, എടുത്തോണ്ട് പോ. പിന്നീട് വഴക്കുണ്ടാക്കാൻ നിൽക്കരുത്. അഞ്ജുവിന് എന്തിനാ ചേച്ചി ലോങ് മിടി? മറ്റെന്തിനാ? ദീപാവലിയുടെ പാർട്ടിയല്ലേ വരുന്നത്, അതിനിടാൻ. എന്താ ചേച്ചി പറയുന്നേ? അത്രയും വലിയൊരു ഫാമിലിയിലെ പാർട്ടിക്ക് പോകുമ്പോ അഞ്ജു ലോങ് മിടി ഇടാനോ? വേറെ ഏതിടാനാ ചേച്ചി? എന്റെ അടുത്ത് അത്രയും വില കൂടിയ ഡ്രസ് ഒന്നുമില്ല. നീ ഇനിയും കുറച്ചും കൂടെ വലിയ കുട്ടിയായിരുന്നെങ്കിൽ ഞാൻ സാരി എടുത്തു കൊണ്ടുപോയാനെ. ഇപ്പൊ തൽക്കാലം ഇത് ഇട്ടാ മതി കേട്ടോ. ചേച്ചി, നിങ്ങളുടെ കാര്യം വലിയ കഷ്ടമാ. നിങ്ങളൊക്കെ ഏത് കാലത്താ ജീവിക്കുന്നത്? അതെന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ എന്ത് തെറ്റാ ഇപ്പൊ പറഞ്ഞേ? പിന്നെ അല്ലാതെ ചേച്ചി, പാർട്ടിക്ക് ആരെങ്കിലും സാരിയോ ലെഹങ്കയോ ഒക്കെ ഇട്ടോണ്ട് പോവോ? നല്ല ഗ്ലാമറസ് ആയിട്ടുള്ള ഷോർട്ട് ഡ്രസ്സും ഗൗണും ഒക്കെ അല്ലേ ഇട്ടോണ്ട് പോവാ? ചേച്ചിയുടെ കാര്യം. ഷോർട്ട് ഡ്രസ്സും ഗൗണോ? ഞാൻ ടിവിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരു തവണയെങ്കിലും അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ട് നീ കണ്ടിട്ടുണ്ടോ? നോക്ക് ചേച്ചി ഇവരുടെ കാര്യം. നാളെ നടക്കാൻ പോകുന്ന പാർട്ടിയില് സാരിയും പാവാടയൊക്കെ ഇട്ടോണ്ട് വരാനിരിക്കുവോ. ചേച്ചിക്കാണെങ്കിൽ സാരി ഉടുക്കണം,
ഇവക്കാണെങ്കിൽ ലോങ് മിഡി ഇടണം. ചേച്ചി തന്നെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നേ. ചേച്ചിക്ക് എന്താണോ കംഫർട്ടബിൾ അതിട്ടുകൊണ്ട് വരട്ടെ, അതിലെന്താ പ്രശ്നം? നീയും എന്താ ഇവരെ പോലെ സംസാരിക്കുന്നേ? ഇതൊരു പാർട്ടിക്ക് പോവല്ലേ? ഫംഗ്ഷൻ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ നമ്മളായിട്ടിരുന്നാ മതി. ഓഫീസിലും പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ടല്ലേ ഞാൻ പോകുന്നേ. മറ്റുള്ളവര് നമ്മളെ അളക്കുന്നത് ഒരിക്കലും നമ്മുടെ ഡ്രസ്സ് കണ്ടിട്ടായിരിക്കരുത്. അതിനു പകരം നമ്മുടെ വ്യക്തിത്വം കണ്ടിട്ടായിരിക്കണം നമ്മളെ അളക്കുന്നത്. മറ്റുള്ളവർ ചെയ്യുന്നത് പോലെയൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഒരിക്കലും ട്രെൻഡ് ഫോളോ ചെയ്യുന്നവരാകരുത്, ട്രെൻഡ് മേക്കർ ആവണം. നമ്മുടെ സ്വഭാവത്തെ നമ്മൾ ആർക്കും വിട്ടുകൊടുക്കാൻ പാടില്ല. മക്കളെ, എല്ലാരും ഇങ്ങോട്ടൊന്ന് വന്നേ. നോക്ക്, നാളത്തേക്ക് എല്ലാവർക്കും പുതിയ ഉടുപ്പുകൾ ഞാൻ വാങ്ങിയിട്ടുണ്ട്, പാർട്ടിക്ക് പോകാൻ. പതുക്കെ വാ, എല്ലായിടത്തും നോക്കി. നിങ്ങളെല്ലാം ആന്റിമാരെ പോലെ നടന്നു. ഞാൻ നല്ല ഗ്ലാമർ ആയിട്ട് വരും. ആദ്യം ചേച്ചിയെ വിളിച്ചൊരു താങ്ക്സ് പറയട്ടെ. ചേച്ചി, ആദ്യ ചേച്ചി നിനക്ക് സാരിയും ബ്ലൗസും കൊടുത്തുവിട്ടിരിക്കുന്നത് കണ്ടോ? അമ്മു, ഇത് റെഡിമെയ്ഡ് സാരിയും ബ്ലൗസും അല്ലേ? ഇതൊക്കെ എങ്ങനെ ഇടാനാ? ഞാൻ ഇതെല്ലാം ഇട്ടോണ്ട് പോണെന്നാ പറയുന്നേ. അമ്മേ, അങ്ങനെ ഡെക്കറേഷന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ആ ഡാൻസിന്റെ കാര്യങ്ങളൊക്കെ അവര് നോക്കിക്കോളും. ആ കാര്യത്തിൽ ഞാൻ തലയിടേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് എന്റെ ഫാമിലിയുടെ സന്തോഷത്തെക്കാളും വലുതല്ല എന്റെ ഈഗോ. എനിക്ക് അതിനേക്കാളും വലുത് എല്ലാം മറക്കുന്നതിന്റെ സുഖവും സമാധാനവും വേറെ ഒന്നിനും കിട്ടില്ല. ഞാൻ എന്തിനാ ഇവിടെ ഓർക്കുന്നേ? ഒരു സെക്കൻഡ് ഇവളെ പറ്റിയുള്ള ചിന്ത വന്നാ എന്റെ അന്നത്തെ മൂടേ പോവും. അന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. ചെയ്യാൻ ഒരുപാട് ജോലിയുള്ളപ്പോ ഞാൻ എന്തിനാ ആ അമ്മൂനെ ഓർക്കുന്നേ? ഞാൻ എന്താ ഇപ്പൊ പറഞ്ഞേ? അമ്മൂന്നോ? അമ്മു ആണത്ര, അമ്മു. മരക്കഴുത, ഭ്രാന്തി, ബ്ലഡി സൈക്കോ വുമൺ, മെന്റൽ കേസ്, പോത്ത്, പൂതന രാക്ഷസി. കൊച്ചേ, നാളത്തെ ഫംഗ്ഷന് റെഡിയല്ലേ? അയ്യോ, അതെന്തിനാ ചോദിക്കുന്നേ? ഇവിടെ യുദ്ധം നടന്നോണ്ടിരിക്കുക. അത്രയ്ക്ക് യുദ്ധം ഉണ്ടാക്കാൻ മാത്രം എന്താ അവിടെ നടന്നേന്? നാത്തോന് നാളത്തെ ഫംഗ്ഷന് വേണ്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഡ്രസ്സ് കൊടുത്തയച്ചിട്ടുണ്ട്. അതിന് വേണ്ടിട്ട് ഇവിടെ വലിയ വഴക്ക് നടന്നോണ്ടിരിക്കുക. അയ്യോ, കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കോ നിങ്ങള്? ആ പാവങ്ങൾ എന്തിനിങ്ങനെ വഴക്ക് പറയുന്നേ? ആര്? ഇവരൊക്കെ പാവങ്ങളോ? വിക്കിക്ക് ഇവരെ ശരിക്കും അറിയാൻ പാടില്ലഞ്ഞിട്ടാ. അല്ല, അതൊക്കെ വിട്. എന്ത് പറ്റി വിഷമത്തില് സംസാരിക്കുന്നത് പോലെ? എന്താ കാര്യം, എന്താന്ന് പറഞ്ഞേ? അത് വിട്, ഞാൻ ചെറിയ വിഷമത്തിലായിരുന്നു. എന്റെ ഡ്രീം ഗേൾ ഇതുവരെയായിട്ടൊരു ഗിഫ്റ്റ് വന്നില്ലല്ലോ എനിക്ക്. ഒന്ന് പോകുന്നുണ്ടോ അവിടുന്ന്? ഒന്ന് വാ വിക്കിന്ന് പറയുന്നതിന് പകരം ഒന്ന് പോയെന്നാണോ പറയുന്നേ? എനിക്ക് ഇപ്പൊ ഒരു ഗിഫ്റ്റ് തന്നെ. എന്റെ പൊന്നു വിക്കി, എല്ലാരും ഇവിടെ തന്നെയുണ്ട്. അവരൊന്നും മറ്റുള്ളവരല്ലല്ലോ. നമ്മൾ രണ്ടുപേരും ഒന്നാവാൻ അവരെല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരവിടെ ഉള്ളത് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇപ്പൊ ഒരു ഗിഫ്റ്റ് വേണം. What? Are you serious? Yes. വിക്കി, നിനക്ക് എന്താ പറ്റി? എന്താ ഇത്ര വലിയ സന്തോഷം? അതൊന്നുമില്ല മദറിന്റെ. ഞാൻ ചുമ്മാ ഇങ്ങനെ എക്സസൈസ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. കഴിക്കാൻ വാ. ആരതി കൊച്ചേ, ഞാൻ നിന്നെ പിന്നെ വിളിക്കാവേ. വേദാന്ത് എവിടെ? എനിക്കറിയില്ല.
ഞാനിതുവരെ കണ്ടില്ല. കുറച്ചു മുമ്പ് പുറത്തു പോകുന്ന കണ്ടു. ഇനി തിരിച്ചു വന്നോന്ന് അറിയില്ല. ഈ വീട്ടിൽ എല്ലാരും ഒരുമിച്ചിരുന്നേ ഫുഡ് കഴിക്കുന്നത് നിനക്കറിയില്ലേ? ഓരോരുത്തരും അവരവരുടെ സൗകര്യത്തിന് നോക്കിയിരിക്കെ. നീ ഇപ്പോഴും ഏത് കാലത്ത് അസുഖാസിനി ജീവിക്കുന്നത്? അല്ല, മക്കളൊക്കെ വലുതായി കഴിഞ്ഞു. അവർക്ക് അവരുടേതായ പ്രിഫറൻസ് നമ്മൾ കൊടുക്കണം. അങ്ങനെയുള്ളപ്പോ അവര് നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്നോർത്ത് സന്തോഷിക്കുന്നതിന് പകരം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിട്ടെന്താ കാര്യം? അമ്മയുടെ അടുത്ത് പറയാതെ എൻഗേജ്മെന്റ് നടത്തിയതിന് സോറി. അമ്മയ്ക്ക് ദേഷ്യമുണ്ടോന്ന് എനിക്കറിയാം. പ്ലീസ്, അതിന്റെ പേരിൽ ചേട്ടനെ വഴക്കുറയരുത്. യുനോ, ഇവൻ എപ്പോഴും അവന് വേണ്ടിയാ സംസാരിക്കുന്നേ. അവനോ ഇവനെ സപ്പോർട്ട് ചെയ്തല്ലാതെ പറയില്ല. ഒരു രാമലക്ഷ്മണന്മാര് വന്നിരിക്കുന്നു. ഞാൻ ഇന്നലെ തൊട്ട് ഇവരോട് കാര്യങ്ങൾ ചോദിക്കുക. രണ്ടുപേരും ഒന്നും പറയില്ല. താങ്ക് യു സോ മച്ച് ചേച്ചി. നിങ്ങൾ കൊടുത്തു വിട്ട ഡ്രസ്സ് ഇവിടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടായി. സത്യമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായി. ലവ് യു ചേച്ചി. ഗുഡ് നൈറ്റ്. താങ്ക് യു സോ മച്ച് ചേച്ചി. നിങ്ങൾ കൊടുത്തു വിട്ട ഡ്രസ്സ് ഇവിടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടായി. സത്യമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായി. ലവ് യു ചേച്ചി. ഗുഡ് നൈറ്റ്. യോ വെൽക്കം അമൂല്യ. ഇതിനൊക്കെ എന്തിനാ താങ്ക്സ്? എനിവേ, ലവ് യു ആൾ. ഗുഡ് നൈറ്റ്. യോ വെൽക്കം അമൂല്യ. ഇതിനൊക്കെ എന്തിനാ താങ്ക്സ്? എനിവേ, ലവ് യു ആൾ. ഗുഡ് നൈറ്റ്. ഇതിനെയാ സംസ്കാരം എന്ന് പറയുന്നത്. താങ്ക്സ് പറഞ്ഞപ്പോ നീറ്റ് ആയിട്ട് വെൽക്കം പറഞ്ഞു. ഇവർക്കുള്ള മാനേഴ്സ് ഇവരുടെ ചേട്ടനില്ല. എന്തെങ്കിലും കാര്യത്തിന് താങ്ക് യു പറഞ്ഞാ ദേഷ്യപ്പെട്ടു നോക്കി ആ മുഖം വീർപ്പിച്ചു പിടിച്ച് വഴക്കുണ്ടാക്കാൻ വേണ്ടി വരും. പാതിരാത്രി പ്രേതത്തിനെ പോലെ വിളിച്ചുണർത്തി ശല്യം ചെയ്യാൻ ഇവൻ തുടങ്ങിയല്ലോ. നമ്മളെ പ്രേതത്തിന് ഓർത്ത് കിടന്ന അപ്പൊ തന്നെ വിളിച്ചോളൂ. ഈ സമയത്തൊന്നും വിളിക്കരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ഞാൻ എന്തിനാ ഇത്ര ഒച്ചയ്ക്ക് സംസാരിക്കുന്നേ? ഇവിടെ എല്ലാരും നല്ല ഉറക്കത്തിലല്ലേ? എടോ, തനിക്കെന്താ മാനേഴ്സ് ഇല്ലേ? ഇവിടെ എല്ലാരും ഉറക്കത്തില്ല. ഈ സമയത്തൊന്നും എന്നെ ഫോൺ ചെയ്യരുതെന്ന് നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? ഇത്രയ്ക്ക് അർജന്റായിട്ട് വിളിക്കേണ്ട കാര്യം എന്താ? ഒരു അർജന്റും ഇല്ലാതെ, ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നിനക്ക് ഫോൺ ചെയ്യാൻ എനിക്ക് എന്താ വട്ടുണ്ടോ? കാര്യം കാണാൻ കഴുതക്കാലം പിടിച്ചല്ലേ പറ്റൂ. അല്ല, എന്നോട് ഫോൺ ചെയ്യരുതെന്ന് പറയാൻ നീ ആരാടി? ഏയ്, നിന്റെ അഹങ്കാരം നീ റൗഡി ബേബിയോട് കാണിക്കാൻ നിക്കല്ലേ. നീ ഫോൺ ചെയ്തത് എന്നെയാ. എന്നെ ഫോൺ വിളിക്കുന്നവരോട് വിളിക്കരുതെന്ന് പറയാൻ എനിക്ക് പറ്റും. അത് മാത്രല്ല, നീ വിളിക്കുമ്പോ ഒക്കെ ഫോൺ എടുക്കാനായിട്ട് ഞാനെന്താ നിന്റെ ഗേൾ ഫ്രണ്ട് വല്ലോ ആണോ? യുവർ വിഷ്. നിനക്ക് ഞാൻ ആരും അല്ലായിരിക്കാം, പക്ഷെ നിന്റെ ചേച്ചിക്ക് ഞാൻ അവളുടെ ഏട്ടനാണ്. സോ ബേസിക്കലി ഞാൻ എന്റെ കടമ ചെയ്യാൻ വന്നിരിക്കുക. ഇപ്പൊ വന്നോന്ന് പറഞ്ഞ എവിടെ വന്നോന്ന്? അവിടെ കിടന്നോണ്ട് ചുമ്മാ ഡയലോഗ് അടിക്കാതെ താഴോട്ടേക്ക് ഇറങ്ങി വടിക. എന്റെ ദൈവമേ, ഇവനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? പുറത്തേക്ക് പോകുന്നതിന് മുമ്പേ ആദ്യം അകത്തുള്ള എല്ലാ വലിയ ലൈറ്റും ഓഫ് ചെയ്യണം. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം നീ എന്നെ കളിയാക്ക? ഈ വീട്ടിൽ എനിക്കൊരു പാട്ട് പാടാനുള്ള അവകാശം പോലും ഇല്ലേ? ചേച്ചേ, അങ്ങനെയൊന്നുമില്ല.
വീട്ടിൽ നിന്ന് ഒരു ചെറിയ സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിലുണ്ടല്ലോ ഞാൻ മ്യൂസിക് ഫീൽഡിലേ AR റഹ്മാനായി പോയനെ. സരിഗമപ്പ ട്രോഫി എന്റെ വീട്ടിലിരുന്നേനെ. ആര് പറഞ്ഞില്ലെന്ന് ആ കാര്യത്തിൽ ഒരു ഡൗട്ടും എനിക്കില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നീ എന്തിനാ ചെവി പൊത്തിയത്? ഈയിടെയായിട്ട് തണുപ്പ് കുറച്ച് കൂടുതലാ, അല്ലാതെ പാട്ട് കേട്ടിട്ടല്ല. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാണുമ്പോഴൊക്കെ ലവും ഡ്രാമയും, ഉള്ളിലാണെങ്കിലോ ഒന്നുമില്ല. പെട്ടെന്ന് എന്റെ ഭർത്താവ് അങ്ങനെ ഫേമസ് ആയി പോയാ അവന്റെ പുറകിൽ എന്തായാലും പെണ്ണുങ്ങൾ നടക്കും. അതുകൊണ്ട് കൈവിട്ട് പോകുന്നുള്ള പേടി. നിങ്ങളുടെ പുറകിൽ തന്നെ കണ്ണാടിയുണ്ട്, ശരിക്കും ഒന്ന് നോക്കിക്കേ. എന്നെ കിട്ടിയത് തന്നെ വലിയ കാര്യം. എനിക്കെന്തോ ചീത്ത സമയമായിരുന്നു, ബുദ്ധിയും കുറവായിരുന്നു. നിങ്ങളെ കണ്ടപ്പോ ഒരു പാവമാണെന്ന് തോന്നി, അങ്ങനെ അങ്ങ് സമ്മതിച്ചും പോയി. ഇതാ നടന്നത്. നിങ്ങളുടെ പുണ്യം. അത് കൊള്ളാം. നിങ്ങളുടെ ഫാമിലിക്ക് വെറും ബിൽഡപ്പ് മാത്രല്ലേ ഉള്ളൂ. അങ്ങനെയല്ലേ നീയും വരൂ. ഹലോ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറ. വെറുതെ വീട്ടുകാരെ പറയണേ എന്തിനാ? വീട്ടുകാരെ പറഞ്ഞു കഴിഞ്ഞാൽ നീ പിന്നെ എനിക്ക് സമാധാനേ തരില്ലല്ലോ. എല്ലാ രീതിയിലും തർക്കിക്കാൻ റെഡി ആയിരിക്കും. അങ്ങനൊന്നുമല്ല, എന്റെ തലയിൽ വേറെ എന്തോ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്ത് വേണമെങ്കിലും ഓടിക്കോട്ടെ, ഓടാനുള്ള തലയുണ്ടല്ലോ നിനക്ക്. ഇത്രയും ദിവസം എനിക്ക് അതിനെക്കുറിച്ച് വരെ ഡൗട്ടായിരുന്നു. സിദ്ധാർത്ഥ്, ഇന്ന് അമൂല്യയും വേദാന്ത ചേട്ടനും പെരുമാറിയത് കണ്ടായിരുന്നു. ശരിക്കും പാമ്പും കീരിയും പോലെ വഴക്കടിക്കുകയായിരുന്നു. എനിക്കിത് കണ്ടിട്ട് അവർക്കിടയിൽ എന്തോ ഉണ്ടെന്ന് തന്നെ ഡൗട്ട്. എല്ലാം ഞാനും കണ്ടു. പക്ഷെ ഈ കാര്യത്തിൽ നീ ഇത് എത്ര തവണ പറഞ്ഞാണെന്നറിയോ? അതിന് കണക്കുമില്ല. അല്ല സിദ്ധാർത്ഥ്, അല്ലെങ്കിൽ എനിക്ക് അവരുടെ കാര്യത്തിൽ നേരത്തെ ഡൗട്ട് ഉണ്ടായിരുന്നതാ. നീ എന്തായി പറയുന്നേ? വഴക്കാണെന്നും പറയുന്നു, മറ്റെന്തോ ഉണ്ടെന്നും പറയുന്നു. ഇത് രണ്ടും കൂടി എങ്ങനെ നടക്കുന്നേ? സിദ്ധാർത്ഥ്, 2 തരത്തിലുള്ള ലവ് ഉണ്ട്. ഒന്ന് ഞാനും നിങ്ങളും വിക്കിച്ചേട്ടനും ആരതിയും പോലുള്ള ലവ്. ഒരുപാട് ഇഷ്ടപ്പെട്ട ആൾക്കാര് പരസ്പരം അടുത്തിരിക്കുന്നത്. മറ്റൊന്ന് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വഴക്കുണ്ടാക്കി പ്രണയിച്ചുകൊണ്ടേയിരിക്കും. അവർക്കും അത് മനസ്സിലാവില്ല. എനിക്കാണെങ്കിൽ ഇവരുടേത് അതുപോലത്തെ ലവ് ആണെന്ന് തോന്നുന്നേ. ലവിന് ഈ രീതിയൊക്കെ ഉണ്ടോ? ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ. നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളെ ഒരുപാടുണ്ട്. നാളെ പാർട്ടിയിൽ ഇടാൻ വേണ്ടി അമൂല്യക്ക് ചേട്ടന്റെ ഫേവറേറ്റ് കളറാ കൊടുത്തേ. ഇതിനു വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ? എല്ലാം തുറന്നു പറയാൻ പറ്റില്ല. ചില കാര്യങ്ങൾ സിറ്റുവേഷൻ അനുസരിച്ച് സ്പോണ്ടേനിയസ് ആയി ചെയ്യേണ്ടതാ. അത് നിങ്ങളുടെ വർഷങ്ങളായി ഉപയോഗിക്കാതെ വെച്ചിരുന്ന തലച്ചോറ് ഇടയ്ക്കൊന്ന് എടുത്ത് ഉപയോഗിച്ചാൽ തന്നെ മനസ്സിലാവും അതെന്താ കാര്യമെന്ന്. മനസ്സിലായോ? മനസ്സിലായി. ഇപ്പൊ ശരിക്കും മനസ്സിലായി. എന്റെ തലയിലൊന്നും ഇല്ലാന്ന് നീ പറഞ്ഞില്ലേ? നിന്നോട്ടല്ലോ. ആദ്യം അവിടെ നിക്ക്, പോവല്ലേ. എടോ, നിങ്ങൾക്ക് സമയം കാലമൊന്നുമില്ലേ? അതുമാത്രല്ല, ഇവിടെ 4 പെൺകുട്ടികളുള്ള വീടല്ലേ? അതെ, കോരി ഒരേതിങ്ങനെ സംസാരിക്കേണ്ടതേ. അകത്തേക്ക് നടക്ക്. പുറത്ത് 100 കഥകൾ പറഞ്ഞ് സമ്മതിപ്പിച്ചു. നിന്റെ സ്റ്റോറികളെല്ലാം കേട്ടു. എന്നിട്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഇവിടെ വരെ എത്തിച്ചില്ലേ? ഇപ്പൊ എന്നോട് വേഗം നടക്കാനോ? എന്തൊരു സാധനം! കുറച്ചു നേരം നിന്റെ വായു ഒന്ന് പൂട്ടി വെക്കോ. തോന്നി ദിവസം പറയണ്ട, നടക്ക്. ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് എന്നോട് മെകിട്ട് കയറാൻ വന്നാലുണ്ടല്ലോ, വീട്ടിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തീർന്നു കാര്യം. നീ ഇങ്ങനെ ചുമ്മാ ഒച്ച വെച്ചോണ്ടിരുന്ന ആരെങ്കിലും ഇപ്പൊ എന്തായാലും ഉണരും. ഒന്ന് നടക്കടി അങ്ങോട്ട്. എന്റെ ദൈവമേ, ഇവന്റെ കൂടെ കൂട്ടുകൂടിയതിന് ഞാൻ ഇനി എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും ദൈവമേ. നീ തന്നെ എന്നെ കാക്കണേ. എടോ, എനിക്ക് പെട്ടെന്ന് വരാൻ പറ്റില്ലേ? എന്താ പറ്റി ഇപ്പൊ? ഒന്നും പറ്റിയില്ല മോനെ, ഇനിയൊന്നും പറ്റിയാ വേണ്ട. നീ കാണിക്കുന്നൊക്കെ കണ്ടിട്ട് നമ്മൾ രണ്ടുപേരും പ്രേമിക്കുന്നവരാണ്. ആരും കാണാതെ നീ ഇപ്പൊ എന്നെ ഇവിടെ കാണാൻ വന്ന പോലെയൊക്കെയാ. നിനക്ക് ഈയിടെയായിട്ട് ഇമാജിനേഷൻ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ആദ്യം പറഞ്ഞു ബോയ് ഫ്രണ്ടാന്ന്, ഇപ്പൊ പറയുന്നു ലവറാന്ന്. ഇതിനൊക്കെ അത്യാഗ്രഹം എന്നല്ലാതെ വേറെ എന്ത് വിളിക്കാനാ? നിനക്ക് നാണം ഉണ്ടോടി? നിന്റെ ഈ നോട്ടം കണ്ടിട്ട് നിനക്ക് എന്നോട് ക്രഷുള്ള പോലെ തോന്നി എനിക്ക്. ആഹാ,
അത് കൊള്ളാലോ. വന്ന് ഈ റൗഡി ബേബിക്ക് ഈ അഹങ്കാരിയോട് പ്രേമം തോന്നിയെന്നോ? എന്തായാലും നിങ്ങൾ ഇത് ആരും കേൾക്കാതെ പറഞ്ഞത് നന്നായി. അറിഞ്ഞോ അറിയാതെയോ ആരുടെങ്കിലും മുമ്പിൽ വെച്ച് പറഞ്ഞായിരുന്നേ, ഇത് കേൾക്കുന്നവരൊക്കെ ചിരിച്ച് ചിരിച്ച് ചത്തേനെ. വായി തോന്നി പറഞ്ഞോളൂ. മിണ്ടിപ്പോരുത്. എന്റെ കൂടെ വാ. പ്രേമിക്ക് ഭയങ്കര ക്ഷീണാണെന്ന് തോന്നുന്നു. എല്ലാ ജോലിയും ചെയ്യും, ഒരു ഗ്ലാസ് വെള്ളം വെച്ചില്ലല്ലോ. നീ കാണിക്കുന്ന പരിപാടിക്കൊക്കെ ഞാൻ അനുഭവിക്കട്ടെ. അച്ഛൻ വരുന്നതിന് മുമ്പേ നമുക്ക് ഇവിടുന്ന് പോവാം.